അസ്സലാമു അലൈക്കും വബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തത് അദദിനെ സംബന്ധിച്ചായിരുന്നു. അദദ് 3 മുതൽ 10 വരെ എണ്ണുമ്പോൾ എന്തെല്ലാം നിയമങ്ങൾ പാലിക്കണം എന്നതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലെ ചർച്ച. സലാസത്ത് മുതൽ അശറത്ത് വരെ അഥവാ 3 മുതൽ 10 വരെ എണ്ണുമ്പോൾ പ്രധാനമായും 3 കാര്യങ്ങളായിരുന്നു ശ്രദ്ധിക്കേണ്ടത് എന്ന് നാം പറഞ്ഞു കഴിഞ്ഞു. അതിൽ ഒന്നാമത്തത് അദദിനെ മഅദൂദിലേക്ക് ഇദാഫത്ത് ചെയ്യണം. അദദ് പറഞ്ഞാൽ ഈ എണ്ണസംഖ്യയെ 3, 4 എന്നിങ്ങനെയുള്ള സലാസ, അർബ, ഹംസ പോലത്തെ അദദുകളെ ഏതൊന്നിനെയാണോ എണ്ണുന്നത് എങ്കിൽ ആ എണ്ണപ്പെടുന്ന വസ്തുവിലേക്ക് ഇളാഫത്ത് ചെയ്തിട്ടാണ് ഉപയോഗിക്കേണ്ടത്. അതാണ് ഇന്നലെ പറഞ്ഞത് സമാനിയത്ത അയ്യാമിൻ. സമാനിയത്തിനെ അയ്യാമിലേക്ക് ഇളാഫത്ത് ചെയ്ത് ഉപയോഗിച്ചു. അതാണ് ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത്, ആ മഅദൂദ് എണ്ണപ്പെടുന്ന വസ്തു കില്ലത്തിൻ്റെ ജമ്മായിരിക്കണം. അപ്പോൾ ഏകവചനാകാൻ പാടില്ല, ബഹുവചനാകണം. അതാണ് ഇന്നലെ സമാനിയത്തെ അയ്യാം എന്ന് പറഞ്ഞത്. യൗമ് എന്നല്ലല്ലോ പറഞ്ഞത്, അയ്യാം. യൗമ് ഏകവചനാണ്, അയ്യാം എന്നുള്ളത് ബഹുവചനമാകുന്നു. മൂന്നാമത് പിന്നെ ശ്രദ്ധിക്കാൻ പറഞ്ഞത് ഈ മഅദൂദ് പെണ്ണാണെങ്കിൽ അദദിനെ ആണാക്കണം. മഅദൂദ് ആണാണെങ്കിൽ അദദിനെ പെണ്ണാക്കും വേണം. ഓപ്പോസിറ്റ് രൂപം കൊണ്ടുവരണം. അതാണ് ഇന്നലത്തെ പറഞ്ഞപ്പോൾ സമാനിയത്തെ അയ്യാമിൻ. അയ്യാമുള്ളത് മുദക്കറാണ്, യൗമിൻ്റെ ബഹുവചനാണല്ലോ, യൗമു മുദക്കറ. അപ്പോൾ സമാനിയത്തെ അദദിനെ മുഅന്നസാക്കി. അതേസമയം സബ്അ ലയാലിൻ, ലയാലി എന്ന മഅദൂദ് മുഅന്നസാണ്, കാരണം ലൈലത്തിൻ്റെ ജമ്മാണ് ലയാൽ. അപ്പോൾ അവിടെ അദദിനെന്താക്കി മുദക്കറായി, സബ്അ എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ 3 കാര്യങ്ങളാണ് 3 മുതൽ 10 വരെ എണ്ണുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തതാണ്. ഇന്ന് ചർച്ച ചെയ്യുന്നത് 10 വരെ നമ്മൾ എത്തിയിട്ടുള്ളൂ. ഇനി 10 മുതൽ 100 വരെ ഒരു നിയമമാണ്. അതുവരെയുള്ള നിയമത്തെ സംബന്ധിച്ചാണ് ഇന്ന് ആദ്യം ചർച്ച ചെയ്യുന്നത്. 10 മുതൽ എന്ന് പറഞ്ഞാൽ 10 കഴിഞ്ഞിട്ടോ, അഥവാ 11 മുതൽ. ഒമിൻ അഹദ അഷറ ഇലാ 99 99 വരെ, 100 പെടൂല. അപ്പോൾ 11 മുതൽ 99 വരെ, 11 പെടും 99 പെടും. 10 ഇന്നലെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. 100 ഇതിൻ്റെ ശേഷം ചർച്ച ചെയ്യും, അഥവാ മിയത്തിനെ സംബന്ധിച്ച് പിന്നീട് ചർച്ച വരും. ഫസ്ലുൻ, ഇതൊരു ഫസിലാകുന്നു. വമിൻ അഹദ അഷറ 11 മുതൽ ഇലാ 99 99 വരെ യുഫസ്സറു ബിൽ മഅദൂദ്, മഅദൂദ് കൊണ്ട് തഫ്സീർ നൽകപ്പെടും. തഫ്സീർ നൽകപ്പെടുക പറഞ്ഞാൽ 11 എന്ന് പറഞ്ഞാൽ എന്ത് 11, അതായത് മഅദൂദ്. ആ മഅദൂദ് മുഫസ്സറായിട്ട് കൊണ്ടുവരുന്നതാണ് തമീസ് എന്ന തർക്കീബേകാരം. അപ്പം നസ്ബേകാരം, ഇദാഫത്തല്ല ചെയ്യുക. യുഫസ്സറു ബിൽ മഅദൂദ്, ആ എണ്ണപ്പെടുന്ന വസ്തു ഉണ്ടല്ലോ മഅദൂദ്, ആ മഅദൂദ് കൊണ്ട് തഫ്സീർ നൽകപ്പെടും, അഥവാ തമീസ് നൽകപ്പെടും, അഥവാ നസ്ബായിട്ട് കൊണ്ടുവരും. അതന്നെ അൽ മുഫ്രദി, മുഫ്രദായ ഏകവചനായിരിക്കും, ബഹുവചനല്ല. 3 മുതൽ 10 വരെയും ബഹുവചനാണെന്നാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. എന്നാൽ 11 മുതൽ 99 വരെ എണ്ണപ്പെടുന്ന മഅദൂദ് ഏകവചനായിരിക്കും, ബഹുവചനല്ല. അതന്നെ നസ്ബുമായിരിക്കും, തമീസ് എന്ന തർക്കീബിൻ്റെ മേൽ, അല്ലാതെ ഇളാഫത്തല്ല. അപ്പോൾ നോക്കൂ, ഫസ്ലുൻ, ഇതൊരു ഫസ്ലാകുന്നു. വമിൻ അഹദ അഷറ 11 മുതൽ ഇലാ 99 99 വരെ യുഫസ്സറു തഫ്സീർ നൽകപ്പെടും ബിൽ മഅദൂദിൽ മുഫ്രദി, ഏകവചനമായ മഅദൂദ് കൊണ്ടിട്ട്. വലാ യുദാഫു ഇലൈഹി, അതിലേക്ക് ഇളാഫ് ചെയ്യപ്പെടൂല. അപ്പോൾ തഖൂലു, നീ പറയും റഅയ്തു 11 റജുലൻ, റഅയ്തു ഞാൻ കണ്ടു
അഹദ അഷറ 11 കണ്ടു റജുലൻ പുരുഷനാൽ. അവിടെ കണ്ടോ ഈ പറഞ്ഞ കണക്കൊക്കെ ചോദിച്ചു. അവിടെ മഅദൂദ് കണ്ടോ റജുലാണ്. എത്ര മനുഷ്യന്മാർ എന്നുള്ള ചോദ്യം. അപ്പോൾ റജുല് അത് ഏകവചനമാണ്. അപ്പോൾ മുഫ്രദായ റിജാൽ എന്ന് പറഞ്ഞിട്ടില്ല, മുഫ്രദായ മഅദൂദ് തമീസായിട്ട് വന്നു റജുലൻ. അങ്ങനെയാണ് കൊണ്ടുവരിക 11 മുതൽ. വ ഇഹ്ദാശറത ഇംറഅത്തൻ 11 പെണ്ണ് ഇംറഅത്തൻ. അപ്പോൾ 11. ഇനി ഇങ്ങനെ പോകും 12, 13 അങ്ങനെ 99 വരെയും ഇതേ നിയമം ബാധകമാണ്. തിസ്സൂന വരെയും ഇതേ നിയമം തന്നെയാകുന്നു. അപ്പം ഈ 11 മുതൽ 19 വരെ വേറൊരു ചെറിയ നിയമമുണ്ട്, അത് അഞ്ഞ് പറയാൻ പോകുന്നത് കേട്ടോ. മഅദൂദിനെ പറ്റിയിട്ടല്ല, മഅദൂദിന് സംശയമില്ല. അഥവാ എണ്ണപ്പെടുന്ന വസ്തു 11 മുതൽ 99 വരെയും ഏകവചനമായ മുഫസ്സറായിരിക്കും, അഥവാ തമീസായിരിക്കും. ഏകവചനം, ബഹുവചനം ഒരിക്കലും പാടില്ല. അത് പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം ഇനി പറയാൻ പോകുന്നത് 11 മുതൽ 19 വരെ എണ്ണസംഖ്യയെ എങ്ങനെയാണ് ഉപയോഗിക്കുക. മഅദൂദല്ല, എണ്ണസംഖ്യ 11, 12 എന്ന എണ്ണസംഖ്യ ഉണ്ടല്ലോ, അതിനെ എങ്ങനെയാണ് ഉപയോഗിക്കുക, അതാണ് ഇനി പറയാൻ പോകുന്നത്. വയക്കൂനു നൈഫു ചില്ലറയാകും മഅൽ അഖ്ദി അഖ്ദോടുകൂടെ കശൈഇൻ വാഹിദിൻ ഒരു വസ്തുവിനെ പോലെയാകും മബ്നിയൻ അലൽ ഫതഹി ഫതഹിൻ്റെ മേൽ മബ്നിയായിരിക്കും നിലക്ക് ഒരു വസ്തുവിനെ പോലെയാകും. അതായത് 11 മുതൽ 19 വരെയും കൂട്ടിച്ചേർത്ത് കണ്ടേ കാരണം 11 അവിടെ 10 ഉണ്ട്, 1 ഉണ്ട്. 12 അവിടെ 10 ഉണ്ട്, 2 ഉണ്ട്. 13 10 ഉണ്ട്, 3 ഉണ്ട്. ഇങ്ങനെ 11 മുതൽ 19 വരെയും ഈ എണ്ണസംഖ്യയായ അതതിനെ 1, 2 എന്ന സംഖ്യ ഉണ്ടല്ലോ, അതിനെ 10നോട് കൂടെ മുറക്കബായിട്ടാണ് ഉപയോഗിക്കുക, കൂട്ടിച്ചേർത്തിട്ട് ഫത്തഹിൻ്റെ മേലും മബിനായിട്ട്. ഉദാഹരണമായിട്ട് അഹദ അഷറ കണ്ടോ, അഹദ അഷറ ഫത്തഹിന് മബിന, സലാസത്ത അഷറ, അർബഅത്ത അഷറ, ഖമസ്ത അഷറ. ഇങ്ങനെ അഷറ എന്ന അക്ദിനെയും അർബ ഖംസ സലാസത്ത് എന്ന നൈഫിനെയും കൂട്ടിച്ചേർത്തിട്ട് ഒരേ പദമായിട്ടാണ് ഉപയോഗിക്കുക. പോലെ കമാത്തുക്കുൽ നീ പറയും പോലെ ഫി ഹദറ മൗത്ത, ഹദറ മൗത്ത് സ്ഥലം ഉണ്ടല്ലോ, സംഗതി 2 വേർഡാണെങ്കിലും ഹദറ വേറെ മൗത്ത് വേറെ, പക്ഷെ ഇപ്പം അതൊരു സ്ഥലം പോലെയാണ്, ഒരു വാക്ക് പോലെയാണ്, സ്ഥലനാമാണ്. അപ്പോൾ അതേപോലെ അഹദ് വേറെയും അഷറ വേറെയ കാലം, പക്ഷെ ഇപ്പം നമ്മൾ ഉദാഹരണത്തിൽ 2 ഒന്നാ. അപ്പോൾ അഹദ അഷറ ഇങ്ങനെ പറയണം. അപ്പോൾ കമാത്തുക്കുൽ നീ പറയും പോലെ ഫി ഹദറ മൗത്ത, ഹദറ മൗത്തയിലും ബായലബക്കയിലും, ബായലബക്ക 2 പദമാണ്, ബായല് 1 ബക്ക് വേറെയും, അങ്ങനെ 2 കൂടി കൂട്ടിച്ചേർത്തപ്പോൾ ബായലബക്കായി. അപ്പോൾ ഒരു സ്ഥലത്തിൻ്റെ പേരാണ്, ഒരാളെ പേരാണ്. അപ്പോൾ ഹദറ മൗത്ത് അല്ലെങ്കിൽ ബായലബക്ക് ഇതൊക്കെ ഇപ്പോൾ പേരുകളാണ്, ഒറ്റ നാമാണ്. അതുകൊണ്ടാണ് അതിന് ഫത്തഹിൽ മൊബിനാക്കിയത്. ഖാല അല്ലാഹു തആല, അല്ലാഹു പറഞ്ഞു, ഇന്നി റഅയ്തു അഹദ അശറ കൗകബാ, ഇന്നി നിശ്ചയമായിട്ടും ഞാൻ, റഅയ്തു ഞാൻ കണ്ടു, അഹദ അശറ 11 കണ്ടു, നോക്കുമിൻ നക്ഷത്രത്തിനാൽ. പറഞ്ഞു വന്നത് മനസ്സിലായിട്ടുണ്ടാകും. 11 മുതൽ 19 വരെയും ഈ ചില്ലറയായ 1, 2, 3 എന്ന അതതുകളെ അക്ദായ അഷറിനോട് കൂടെ കൂട്ടിച്ചേർത്തിട്ട് ഒരു പദം പോലെ ഉപയോഗിക്കും. ഏതുപോലെ ഹദറമൗത്തൊക്കെ ഒരു പദമായിട്ട് ഉപയോഗിക്കണില്ലേ, അതേപോലെ ഉപയോഗിക്കും. അപ്പോൾ മുറക്കബായിട്ടേക്കാരം ഇത് വരിക. അതാണ് ഇപ്പോൾ പറഞ്ഞത്. അതിന് ഉദാഹരണം കാണിച്ച ഇന്നി റഅയ്തു അഹദ അശറ കൗകബൻ, ഇന്നി നിശ്ചയം ഞാൻ, റഅയ്തു ഞാൻ കണ്ടു, അഹദ അശറ 11 കണ്ടു, കൗകബൻ നക്ഷത്രത്തിനാൽ. ഇവിടെ കണക്കെന്താ, അഹദ അശറിന്റെ തഫ്സീർ വന്നിട്ടുണ്ടോ, കൗക്കബ് ഏകവചനാണ്, തമീസ് നസ്ബുവാണ്, കൗകബൻ നക്ഷത്രത്തിനാൽ, ഇങ്ങനെയാണ് അർത്ഥം വെക്കണേ. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും വരിക 11 മുതൽ. അതാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി ഈ അഷറ എന്നതിൽ ചില മാറ്റങ്ങളുണ്ട്. അഷറ എന്നാണോ അഷിറയാണോ അവിടെ വായിക്കുന്നവരത്തുള്ള ചില പ്രശ്നമാണ്, അതാണ് ഇനി ചർച്ച ചെയ്യുന്നത്. അഹ്ലുൽ ഇജാസി, അഹ്ൽ ഇജാസുകാർ യഖൂൽന അവർ പറയും, ഫി അദദിൽ മുഅന്നസി പെണ്ണിനെ എണ്ണുമ്പോൾ, സ്ത്രീകളെ എണ്ണുമെങ്കിൽ ഇഹ്ദാ അശ്റത്ത എന്ന് പറയും. ഇഹ്ദാ അശ്റത്ത എന്ന് പദം പ്രയോഗിക്കും. ഷീന് സുക്കൂനായിട്ടോ, അശ്റത്ത.
11. അലാ വസിനി തമ്രത്ത്, തമ്രത്ത് എന്ന വസിനിക്ക് അഷിറത്ത്, ഒരേപോലെ. ഇങ്ങനെയാണ് അവരെന്ത് ചെയ്യുക, അഹ്ൽ ഇജാസ്ക്കാർ ഉപയോഗിക്കല്. എന്നാൽ അതേ സ്ഥലത്ത് തന്നെ ഓ ബനു തമീമിൻ, ബനു തമീം ഗോത്രക്കാർ യഖൂൽന പറയും അഷിറത്ത് അലാ വസിൻ നബിക്കത്ത്, നബിക്കത്ത് വസിൻ്റെ മേൽ. അപ്പോൾ ഷീന് കിസ്റേക്കാരം അഷീറത്ത്, ഇങ്ങനെ ഉപയോഗിക്കും. അവർ രണ്ട് നിലക്കും ആ പദത്തിനെ ഉപയോഗിക്കാറുണ്ട്. അഷിറത്ത് എന്ന ഷീന് സുക്കൂനായിട്ടും അഷിറത്ത് എന്ന് കിസ്റായിട്ടും ഉപയോഗിക്കാറുണ്ട്. രണ്ട് ലുഗത്താണ്, ഒന്ന് ബനു തമീംകാരുടെ ലുഗത്തും രണ്ട് അഹ്ൽ ഇജാസ്ക്കാരുടെ ലുഗത്തും. അല്ലാഹു തആല പറഞ്ഞു ഫൻഫജറത്ത് മിന്നു ഇസ്നത അശ്റത ഐനാ, ആ വടി കൊണ്ടാണ് തച്ചപ്പോഴേ ഫൻഫജറത്ത് മിന്നു, ആ പാറയിൽ നിന്ന് പൊട്ടിയൊലിച്ചു, ഇസ്നത അശ്റത 12 ഐനൻ തടാകത്തിനാൽ, വെള്ളത്തിനാൽ, വെള്ളത്തടാകത്തിനാൽ 12 പൊട്ടിയൊലിച്ചു. ഇവിടെ കണക്കെന്താ, ഇസ്നത അശ്റ നമ്മളത്. അപ്പം അതിൻ്റെ ശേഷം ഏകവചനമായ ഐന് തെമ്മീസായിട്ട് നസ്ബായിട്ട് അതിൻ്റെ ശേഷം വന്നു. അതാ കണക്ക്. വായിക്കേണ്ടത് നമ്മളെ ഈ അഹ്ലിജാദുമായി പറഞ്ഞ മാതിരി ഷീന് സുക്കൂനായിട്ട് അഷിറത്ത് എന്നാണ്, തമ്രത്ത് പോലെ. എന്നാൽ കുര്യഫി ഷവാദ്, ഷാദായ ചില ഒത്തുകൾ ബി കസ്രി ഷീന് കസ്റായിട്ട് അഷീറത്ത്, അത് ബനു തമീംകാരുടെ രൂപമാണ്. അഹ്ൽ ഇജാദ്, അഹ്ൽ ഇജാസ്ക്കാർ അഹ്ലു അതിനെ പിടിച്ചു ഹുനായുടെ ബിലുവത്തി ബനു തമീം, ബനു തമീംകാരുടെ ലുഗത്തനുസരിച്ച് പിടിച്ചു. അപ്പോൾ അഥവാ ഈ ഷാദായ ഒത്തിട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത് മനസ്സിലായിട്ടുണ്ടാകും. അതായത് 11 മുതൽ 99 വരെ എണ്ണപ്പെടുന്ന മഅദൂദ് ഉണ്ടല്ലോ, അതിനൊരു നിയമം, അവിടെ നിയമം മാറ്റില്ല. 11 മുതൽ 99 വരെ ഒരേ നിയമം. എന്താണ് നിയമം? ഏകവചനം തെമ്മീസ് എന്ന തർക്കീബിൽ നസ്ബാക്കപ്പെട്ടതായിട്ടും അതിൻ്റെ ശേഷം വരാം. അപ്പോൾ അതിൻ്റെ ശേഷം അവ വരുമ്പോൾ നസ്ബായിട്ടാണ് മഅദൂദ് വരേണ്ടത്. പിന്നെ ഏകവചനവും ആക്കുകയും വേണം. അതാണിപ്പോൾ ആദ്യം പറഞ്ഞത്. പിന്നെ രണ്ടാമത് അതിൽ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞത് 11 മുതൽ 19 വരെ മാത്രം ഒരു പ്രധാനപ്പെട്ട നിയമമുണ്ട്. അതായത് 11 മുതൽ 19 വരെയും ഈ അതതിലുള്ള നെയ്ഫും അക്കുതും, അതാ ചില്ലറയും നോട്ടും. നോട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 10, ചില്ലറ എന്ന് പറഞ്ഞാൽ 1, 2, 3 ഇങ്ങനെ. ഇത് രണ്ടിനും കൂടി കൂട്ടിച്ചേർന്നിട്ട് ഒരേ ഇസ്മു പോലെ ആക്കും 11 മുതൽ 19 വരെ. അപ്പോൾ അഹദ അഷറ, അതുപോലെ ഇസ്ന അഷറ, തലാസത്ത അഷറ, അർബഅത്ത അഷറ ഒക്കെ ഫത്തഹേക്കാരം, ഒന്നുണ്ടാവില്ല. ഹമസ്ത അഷറ, സിത്തത്ത അഷറ എന്നിങ്ങനെ ആണ് ഉപയോഗിക്കുക. അതാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി ഇതിനോട് ബന്ധപ്പെട്ട് തന്നെ ഒരു വിഷയം കൂടി ശ്രദ്ധിക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ അതും കഴിഞ്ഞു. 11 മുതൽ 19 വരെ എണ്ണുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ആ നിയമം ഇങ്ങോട്ട് ബാധകമാവും. എന്താണ് ആ ബാധകം? ഓപ്പോസിറ്റ് വിഷയം. അതായത് ആണുങ്ങളെ എണ്ണണമെങ്കിൽ പെണ്ണുങ്ങളെ അടയാളമായ തായിനെ കൊടുക്കണം, പെണ്ണുങ്ങളെ എണ്ണണമെങ്കിൽ തായിനെ ഒഴിവാക്കും വേണം. അത് ആ തായിനെ കൊടുക്കലും തായിനെ ഒഴിവാക്കലും ആ ചില്ലറയിന്നാട്ടോ, ചില്ലറയിന്നും 10ന്നും. കാരണം 3 മുതൽ 10 വരെയും ആ നിയമം ബാധകമാണല്ലോ. അപ്പോൾ നോക്കുക, വതുദ്ഖിലൂനി പ്രവേശിപ്പിക്കും, അലാമത്തെ ഇനീസി, ഇനീസിൻ്റെ അടയാളത്തെ ഫിന്നൈഫി ചില്ലറയിൽ, ചില്ലറ എന്നാൽ ആ 1, 2, 3 അതത് ഉണ്ടല്ലോ, ഫി അതതിൽ മുദക്കരി ആണുങ്ങൾ എണ്ണുമ്പോൾ. എന്നാൽ തഹരിഫുഹാ, ആ തൈനീസിൻ്റെ അടയാളമായ താവിനെ നീ കളയും, ഫി അതതിൽ മുഅന്നസിൽ പെണ്ണുങ്ങൾ എണ്ണുമ്പോൾ. എപ്പോ? മിന സലാസത്തി ഇലൽ മിയത്തി, 3 മുതൽ 100 വരെ. പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ 3 മുതൽ 100 വരെ നിയമബാധക. 3 മുതൽ 100 വരെ എന്ത്? പെണ്ണുങ്ങൾ എണ്ണുമ്പോൾ ആണാക്കുക, ആണുങ്ങൾ എണ്ണുമ്പോൾ പെണ്ണാക്കുക, ഓപ്പോസിറ്റ്. അപ്പോൾ സലാസത്തു റിജാലിൻ, കാരണം റിജാൽ ആണാണ്. അപ്പോൾ സലാസു ഇമ്രാത്തിൻ, ഇത് 3-ൽ ബാധകമാണ്. 13-ലെത്തുമ്പോഴും അങ്ങനെ തന്നെ. സലാസത്ത റജുലൻ, സലാസത്ത അഷറ റജുലൻ, സലാസത്ത അഷറത്ത റജുലൻ. അതുപോലെ തന്നെ സലാസു അഷറ ഇമ്രാത്തൻ, ഇങ്ങനെ. അത് 23-ലും അങ്ങനെ തന്നെ. സലാസത്തും വ ഇശ്റൂന റജുലൻ.
അതിന് 33-ലും അങ്ങനെ തന്നെ, 43 53 63 ഏതുവരെ 99 വരെയും ഈ ചില്ലറകളിൽ 3 മുതൽ 9 വരെയുള്ള പദങ്ങളിൽ ഓപ്പോസിറ്റ് വിഷയം അഥവാ മഅദൂദ് മുദക്കറാണെങ്കിൽ അതദിനെ മുഅന്നസാക്കുക, മഅദൂദ് മുഅന്നസ് ആണെങ്കിൽ അതദിനെ മുദക്കറാക്കുക. ഇത് 3 മുതൽ 99 വരെയും ബാധകമാകുന്നു. ഫതഖൂലു, അപ്പം നീ പറയും, ഇന്ദീ സലാസത്ത അശറ റജുലൻ, എൻ്റെ അടുത്തുണ്ട് 13 റജുലൻ പുരുഷനാൽ. അവിടെ കണ്ടോ, സലാസത്ത ചില്ലറയിൽ താവിനെ കൊടുത്തു, അശറയിൽ ചേട്ടോ ചില്ലറയിൽ. സലാസ അശറ ഇംറഅത്തൻ, 13 പെണ്ണിനാൽ. അവിടെ കണ്ടോ, സലാസ ചില്ലറയിൽ എന്ത് ചെയ്തു, താവിനെ കൊടുത്തു, താവിനെ കളഞ്ഞു, കാരണം മഅദൂദ് മുഅന്നസാണ്. നമ്മൾ എണ്ണൽ മറക്കണ്ട, 3 മുതൽ 99 വരെ ഇപ്പം എത്തി. അതിൻ്റെ അടിയിലുള്ള നിയമങ്ങളും പറഞ്ഞു, ഒക്കെ ഓർമ്മ ഉണ്ടാവുമെന്ന് കരുതുന്നു. 1 മുതൽ 99 വരെ നമ്മൾ എണ്ണി. എണ്ണുക എന്ന് പറഞ്ഞാൽ അങ്ങനെ സ്വന്തം എണ്ണയെല്ലാം ഒരു വസ്തുവിനെ വെച്ച് എണ്ണി, മഅദൂദും ഉണ്ട്. ഇനി 100 ഫസ്ലുൻ, ഇതൊരു ഫസ്ലാകുന്നു. ഫൈദാ ബലഗത്തിൽ മിയത്തു, അങ്ങനെ 100 എത്തിയാൽ, എണ്ണി എവിടെ എത്തി, 100 എത്തിയാൽ അലഫ്ത, ഫൈദാ ബലഗ്ത അങ്ങനെ വായിച്ചാലും കേട്ടോ, ഫൈദാ ബലഗ്ത നീ എത്തിച്ചാൽ, അൽമിയത്ത 100 എത്തിച്ചാൽ, അലഫ്ത നീ ഇളാഫത്ത് ചെയ്യും, അൽ അദദ അദദിനെ ഇലൽ മഅദൂദ് അൽ മുഫ്രദി മുഫ്രദായ മഅദൂദിലേക്ക് ഇളാഫത്ത് ചെയ്യും. അവിടെ എത്തുമ്പോൾ പഴയ നിയമം വീണ്ടും വന്നു. അപ്പോൾ 100 വരെ 99 വരെയും നമ്മൾ നെസ്ബായിരുന്നു, കൗകബൻ റജുലൻ എന്നിങ്ങനെ, തിസൂന എന്നൊക്കെ എണ്ണില്ലേ, ഇങ്ങനെ നെസ്ബായിരുന്നു. 100-ലെത്തിയ വീണ്ടും മുദാഫിലെ ചെറു. ഫൈദാ ബലഗത്തിൽ മിയത്തു ഔ ഫൈദാ ബലഗത്തൽ മിയത്ത, നീ 100 എത്തിച്ചാൽ അലഫ്തൽ അദദ അദദിനെ നീ ഇളാഫത്ത് ചെയ്തോ, ഇലൽ മഅദൂദി മഅദൂദിലേക്ക്, അൽ മുഫ്രദി മുഫ്രദായ. അപ്പോൾ കുൽത്താനി പറയും മിഅത്തു റജുലിൻ, ആണ് കണ്ടോ, മിഅത്തു റജുലിൻ. അവിടെ മിയാൻ എന്ത് ചെയ്തു, റജുലിലേക്ക് ഇളാഫത്ത് ചെയ്തു. വമിയത്തു ഇംറഅത്തിൻ ഒക്കെ ഇളാഫത്ത്, ഏകവചനം ഇട്ട, ബഹുവചനമല്ല, റജുലിൻ ഇംറഅത്തിൻ ഏകവചനാണ്. വലാ യുജ്മൽ മഅദൂദു, ഇവിടെ മഅദൂദിനെ എന്ത് ചെയ്യൂല, ജമ്മാക്കപ്പെടൂല, ഫിൽ മഷ്ഹൂരി മിനൽ കലാം, അറബികളിൽ നിന്നുള്ള കലാമിന് ഏറ്റവും പ്രബലമായ മഷൂറായ അഭിപ്രായം അനുസരിച്ച്. പിന്നെ യസ്തവി ഫീൽ മുഅന്നസ് വൽ മുദക്കർ, ആണും പെണ്ണൊക്കെ സമാനം, ആണായാലും മിയത്തു തന്നെ പറയാം, പെണ്ണായാലും മിയത്തു തന്നെ പറയാം, അതിൽ മാറ്റമൊന്നുമില്ല, ഒക്കെ സമാ. പിന്നെ ഇളാഫത്തും ചെയ്യും. അപ്പം മിയത്തു റജുലിൻ, മിയത്തു ഇംറഅത്തിൻ, മിയത്തു ദിർഹമിൻ, മിയത്തു ലൈലിൻ, ഇങ്ങനെയാണ് പറയുക. അപ്പോൾ നമ്മുടെ എണ്ണൽ 3 മുതൽ 100 വരെ എത്തി. ഞാൻ അപ്പുറത്തേക്ക് ഇപ്പോൾ പോകണില്ല, തെക്ക് യൂണിസ ഇൻഷാ അല്ലാഹ് വലിയ കിതാബിലൊക്കെ എത്തുമ്പോൾ നമുക്ക് പോകാം. അപ്പോൾ അതത് കഴിഞ്ഞു. ഇനി ജമ്മാണ് എടുക്കാനുള്ളത്. ജമ്മ് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ബഹുവചനം, ഏകവചനം, ബഹുവചനം എന്നൊക്കെ പറഞ്ഞാൽ, ഈ ബഹുവചനം 2 രൂപ ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ, അതിനെപ്പറ്റിയുള്ള വിശദമായ ചർച്ചയാണ് ഇനി വരാൻ പോകുന്നത്. വലിയൊരു വിശദമായ ചർച്ച അല്ലെങ്കിലും തഖ്വീമുൽ ഇൻസാനെ സംബന്ധിച്ചിടത്തോളം അല്പം വിശദമായ ചർച്ച. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആ ചർച്ച നമുക്ക് നാളെ എടുക്കാം. അല്ലാഹു സുബ്ഹാനഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. അലാ ഹബ്ബദ ഗുൻമുൻ വഹസ്സുന ഹദീസുഹ ലഖദ് തറകത്ത് ഖൽബി ബിയഹായിമൻ ദനിഫ്. അലാ അറിയണം, ഹബ്ബദ ഉൻമുൻ, ഉൻമു എന്ന പെണ്ണ് വളരെ നല്ലവൾ, ഒരു പെണ്ണിൻ്റെ പേരാണ് കേട്ടോ ഉൻമുള്. വഹസുന ഹദീസുഹ, അവളുടെ സംസാരം വളരെ നല്ല സംസാരം, ഭംഗിയായ സംസാരം. ലക്കത് തറക്കത്ത്, അവൾ തീർച്ചയായിട്ടും ഉപേക്ഷിച്ചു, കൽബി എൻ്റെ ഹൃദയത്തിനെ, ബിഹ അവൾ കാരണമായിട്ട്, ഹായിമൻ ഹൃദയം തന്നെ വികാരഭരിതയായിട്ട്, ധനിഫൻ പ്രേമ രോഗമുള്ളവനായിട്ടും. അപ്പോൾ എൻ്റെ ഹൃദയത്തെ പ്രേമ രോഗമുള്ളതായിട്ട് അവൾ ഉപേക്ഷിച്ചു. അതായത് അവളെ കൊണ്ട് അത്രയും വികാരം എനിക്ക് വന്നിട്ടുണ്ട്. അർത്ഥം എന്തോ ആവട്ടെ, അവിടെ കണക്ക് നമ്മളെ ധനിഫൻ എന്നാണ് ശരിക്കും, അത് ഹാലാണ്. പക്ഷെ വഖഫ് ഇപ്പോൾ ധനിഫ് എന്ന റബിയത്ത് ഗോത്രക്കാരുടെ രൂപത്തനുസരിച്ച് വഖഫ് ചെയ്തു. വലമ്മ ദക്കറൽ വഖഫ, വഖഫിനെ മുസന്നിഫ് പറഞ്ഞപ്പോൾ, അലാഹാദി സലാസ്തി 3 മേലിലും ദക്കറ മുസന്നിഫ് പറഞ്ഞു കൈഫിയത്ത് റസ്മിയ, ഈ വഖഫ് ഇങ്ങനെയാണ്. ഈ 3 സ്ഥലത്ത് വഖഫ് ചെയ്യൽ സുഖവും എങ്ങനെയെന്നാ പറഞ്ഞത് കേട്ടോ.
അപ്പൊ ഞാൻ എഴുത്ത് എങ്ങനെയാക്കാരം അതഞ്ഞ് പറയാൻ പോകുന്നത്. ദക്കറ കൈഫിയത്ത് റസ്മിഹ, അവകളെ എഴുതുന്ന രൂപം പറഞ്ഞു. ഫിൽ ഹത്തി, എഴുത്തിൽ. ഇസ്തിദ്റാദൻ, അതിനോട് ചോദിച്ചിട്ട് ഫദക്കറ പറഞ്ഞു അന്നഹ യൂക്കഫു അലൈന ബിൽ അലിഫി, അലിഫ് കൊണ്ടാണ് എഴുതപ്പെടുക. ഏത് വഖഫ് ചെയ്യപ്പെടുക ഏതുപോലെ കമാ യുക്തബിന ബിഹ, അലിഫ് കൊണ്ട് പോലെ എഴുതപ്പെടുന്നത് പോലെ തന്നെ ഫി റസ്മിൽ ഹത്തി, എഴുത്തുന്ന നിയമത്തിൽ ഇന്ദൽ ബസ്രീന, ബസ്രക്കാർ അഭിപ്രായം അനുസരിച്ച്. എന്നാൽ ഇന്ദൽ കൂഫീന, കൂഫക്കാരെടുത്ത് അന്ന നൂന, തേക്കീതിന്റെ നൂനുണ്ടല്ലോ, 3 സ്ഥലത്ത് നിന്ന് 1 തേക്കീന്റെ നൂനാണല്ലോ, അതിന് തുസവ്വറു നൂന, നൂനായിട്ടാണ് എഴുതപ്പെടുക. വലി ഫറായി, ഫറായിമാൻ തൊട്ട് അന്ന ഇതൻ, ഇതൻ എന്നത് ഇൻകാൻ നാസിബൻ നസ്ബി ചെയ്യുന്ന ലെൻ കൈ ഇതൻ, ആ ഇതനാണെങ്കിൽ കുത്തിവെച്ച് അലിഫി, അലിഫ് കൊണ്ട് എഴുതപ്പെടണം. വഖഫിന്റെ അടുത്ത് ഇതൻ ഇങ്ങനെ. വൈല്ല അങ്ങനെ അല്ലെങ്കിൽ കുത്തിവെത്ത് നൂനുകൊണ്ടാണ് എഴുതപ്പെടുക. ഫർക്കം ബൈന ബൈന ഇത ഷർത്തിയാരി ഇതുണ്ട്, അതിൻ്റെ ഇടയിലും പിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ. ഇനി വേറെ വിഷയം. അപ്പോൾ തുക്തബുൽ അലിഫു, അലിഫിനെ എഴുതപ്പെടണം. വാവിൽ ജമാഅത്തി, ജമ്മിന്റെ വാവുണ്ടല്ലോ അതിൻ്റെ ശേഷം. അൽ മുത്തസിലത്ത് ബി ഫീൽ മാതി, മാതിയ ഫീലോട് ചേർന്ന കാലു അവിടെ കണ്ടൊരു അലിഫ്, അങ്ങനെ അലിഫ് എഴുതണം. ഔ അംബ്രി, അല്ലെങ്കിൽ അംബ്രിന്റെ ശേഷം കൂലു. ഔ മുതാരി, അല്ലെങ്കിൽ മുതാരി ലഞ്ഞൂലു, ഇവിടെ അലിഫുണ്ട്. ദൂനവുൽ വാവില്ല, സിരിയ വാവിനെതിരായിട്ട്. ഫൈനഹ, നിശ്ചയമായിട്ട് അത് മുജറദു മിനൽ അലിഫി, അലിഫിനെ തൊട്ട് തനിച്ച് അവിടെ വേണ്ട. ഫർക്കം ബൈനഹുമ, രണ്ടിൻ്റെ പിരിക്കാൻ വേണ്ടിയിട്ടാണ്. കഥേതും ചെയ്തു, അവിടുത്തെ വാവ് ജമ്മിന്റെ വാവല്ല, അപ്പൊ അലിഫ് എഴുതണ്ട. വയഗുസു അല്ലെങ്കിൽ അങ്ങനത്തെ യജീബായ തമാമിൽ കെലിമത്ത് പൂർത്തിയായ ശേഷം വരെ. ഇവ യുർസമുൽ അലിഫു യുക്തബുൽ അലിഫു, അലിഫിനെ എഴുതപ്പെടും. അൽ മുത്തറഫ് ഫിൽ ഫീലി വൽ ഇസ്മി, ഇസ്മിലും ഫീലൊക്കെ തെല്ലിൽ വന്ന യാ ആയിട്ടാണ് എഴുതുക, അവസാനം വന്നാട്ടോ. എപ്പോ ഇൻ തജാവത്ത് തിൽക്കൽ അലിഫു അൽ അഹറുഫ സലാസ, 3 അക്ഷരം കഴിഞ്ഞിട്ടാണ് അലിഫ് വരുന്നിച്ചാൽ, അല്ലെങ്കിൽ എം ബി അങ്ങനത്തെ റാബിയ 4ാമത്തെ അക്ഷരമായിട്ട് വന്നു, സാധ്യത കൂടുതൽ. അപ്പോൾ മിസാൽ ഫീലിൻ്റെ ഉദാഹരണമൊക്കെ ഇസ്തദ്, അവിടെ കണ്ടോ 4ാമത്തെ അക്ഷരമായിട്ട് 1 2 3 4 5 6ാമത്തെ അക്ഷരമായിട്ട് വന്നത്. അപ്പോൾ അലിഫായിട്ട് വായിക്കുകയാണെങ്കിലും എഴുത്ത് എന്തായിട്ട് എഴുതണം, യാ ആയിട്ട് എഴുതണം. അതുപോലെ തന്നെ വഴത്തതാ, അവിടെ കണ്ടോ. ഇനി മിസാൽ ഇസ്മിൻ്റെ ഉദാഹരണം, ഇതിപ്പോൾ ഫീലാട്ടോ. മുസ്തഖ്സ, യാ ആയിട്ടാണ് എഴുതുക, അലിഫായിട്ട് വായിക്കുക. മുസ്തഫ, അടക്ക യാ ആയിട്ട് എഴുതും, അലിഫായിട്ട് വായിക്കും. അല്ലെങ്കിൽ അവളെ യത്തജാവ് സലാസ, 3 വിട്ട് നടന്നിട്ടില്ല, ലാക്കിനെങ്കിലും കാന അസ്ലിവൽ യാവും, അസ്ലി യാ ആണെങ്കിൽ യാ ആയിട്ട് എഴുതാം. എന്നിട്ട് ഫങ്കലബത്ത് അലിഫൻ, അലിഫയിൽ മറിയ സിദ്ധിച്ചതാണ് എന്നാൽ അലിഫായിട്ട് എഴുതണം. അല്ല, അലിഫായിട്ട് മറിയ സിദ്ധിച്ചു എന്നാൽ യാ ആയിട്ട് എഴുതണം. സവാവും കാന ദാലിക, ഫീലാട്ടെ ഇസ്മായിട്ടൊക്കെ റമ, അവിടെ കണ്ട റമയ്യ എന്നാണല്ലോ, അസ്ലി യാ ആയിരുന്നു. അപ്പോൾ റമ എന്നാകുമ്പോൾ യാ ആയിട്ട് എഴുതുക, അലിഫായിട്ട് വായിക്കുക.